കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിൽ ആദ്യ സ്പോട്ടിൽ നിന്നൊന്നും കണ്ടെത്താനായില്ല. കൂടുതൽ പോയിന്റുകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ആലോചന. മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കുഴിച്ച് പരിശോധിക്കും. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലം ചെയ്യുന്നു. റഹീസ്, ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ തന്നെ താൻ എവിടെ എന്തൊക്കെ കുഴിച്ചിട്ടു എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പൊസിഷനുകൾ ഇന്നലെ മാർക്ക് ചെയ്തിരുന്നു. ഇതിൽ ആദ്യത്തെ ഇടത്തൊന്നും ലഭിക്കുന്നില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ടെറൈനൊക്കെ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ടാകും. ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നു, കരുതുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൂടുതൽ ഈ പറയുന്ന പൊസിഷനുകളിലേക്ക്, കൂടുതൽ സ്പോട്ടുകളിലേക്ക്, ഇത്തരത്തിലുള്ള കുഴിച്ചെടുക്കലിലേക്ക് കടക്കുന്നുണ്ടോ? സുഹൈൽ, കാര്യങ്ങൾ ഇവിടെ അല്പം സങ്കീർണമാണ്. കാരണം ഈ പരിശോധന തുടങ്ങുമ്പോൾ തന്നെ SIT സംഘത്തിന് അറിയാമായിരുന്നു കാര്യങ്ങൾ സങ്കീർണമായിരിക്കുമെന്ന്. കാരണം 14-15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം, ഏറ്റവും ഒടുവിലത്തെ സംഭവം പോലും 15 വർഷം മുൻപ് നടന്ന സംഭവമാണെന്നാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്. അപ്പോൾ അതിനും 15 വർഷം മുൻപ് പോലും നടന്ന കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അങ്ങനെ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ച മണ്ണുമാന്തി യന്ത്രമാണ്. അല്പസമയം മുൻപാണ് IG അനുജേത് നമ്മളോട് പറഞ്ഞിരുന്നു, വ്യക്തമാക്കിയിരുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ സ്പോട്ടിൽ നിന്നും ഇതുവരെയും ഒന്നും കണ്ടെത്താനാകില്ല. ഇതുവരെ എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോഴും അവിടെ ആ ശുചീകരണ തൊഴിലാളി പറയുന്നത് താൻ കുഴിച്ചിട്ട മൃതദേഹം അവിടെ ഉണ്ട് എന്നാണ്. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ സ്പോട്ട് 1-ൽ തന്നെയാകും ഇപ്പോഴും പരിശോധന തുടരുന്നത്. 3 അടിയിൽ താഴ്ചയിലേക്ക് കുഴിയെടുത്ത് നോക്കി. പക്ഷേ 3 അടി കഴിഞ്ഞപ്പോഴേക്കും മണ്ണിളകി മാറുന്നു. അവിടെ ഉറവയുണ്ട്, വെള്ളമുണ്ട്. കാരണം ഒന്നാമത് ഇത് ഇപ്പോൾ ഒരു മഴ സമയമാണ്. രാവിലെയൊക്കെയും അതിശക്തമായ മഴയുണ്ടായിരുന്നു. രണ്ടാമത് പുഴയോട് ചേർന്നുള്ള സ്ഥലമാണ്, സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടന്റ് കൂടുതലായിരിക്കും അവിടെ. ജലത്തിൻ്റെ അംശം കൂടുതലാണ് മണ്ണിൽ. അപ്പോൾ 3 അടിയിൽ താഴേക്ക് കുഴിച്ചപ്പോഴേക്കും അത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചല്ല, മറിച്ച് കൈക്കോട്ടൊക്കെ കൊണ്ടാണ് കുഴിച്ചത്. അങ്ങനെ കുഴിച്ചു മാറ്റിയപ്പോഴേക്കും അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം നേരത്തെ മൊഴിയിൽ പറഞ്ഞത് 3 അടി താഴ്ചയിലാണ് താൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ്. പക്ഷേ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും തറപ്പിച്ച് പറയുകയാണ് താൻ ഇവിടെ തന്നെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇപ്പോൾ ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധന അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങുമെന്ന് അനുച്ഛേദ് തന്നെ അല്പസമയം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിലുള്ള പരിശോധന, ഇതുവരെയുള്ള പരിശോധന, അതിൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയും അവിടെ തന്നെ പരിശോധന നടത്തി അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടാൽ അവിടെ ഒന്നെങ്കിൽ അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തുക, അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അസ്ഥികളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെടുത്തുന്നത് വരെ അവിടെ തന്നെ ഈ ഒരു തെരച്ചിൽ തുടരും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്കവേഷൻ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്കവേഷനാണ്. അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകുന്ന രീതിയല്ല നിലവിൽ SIT സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള ആരോപണവും അല്ലെങ്കിൽ ഒരു പിഴവും തങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഒരു വാശിയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അങ്ങനെ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ പ്രദേശത്ത് ഒരു 2018 വലിയൊരു പ്രളയം ഉണ്ടായിരുന്നു. വെള്ളം കയറി ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായിരുന്നു. ഇവിടുത്തെ ഘടന വല്ലാണ്ട് മാറിയിട്ടുണ്ട്. ജോഗ്രഫിക്കൽ കണ്ടീഷന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് എന്താകും കണ്ടെത്താൻ കഴിയുക എന്നതിലൊരു ആശങ്കയുണ്ട്. മറിച്ച് അന്വേഷണവുമായി അല്ലെങ്കിൽ ഈ കുഴിച്ചു പരിശോധനയുമായി മുന്നോട്ട് പോകാനാണ് SITയുടെ തീരുമാനം. സുഹൈൽ, എന്തായാലും പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സംഭവത്തിന്റെ വെളിപ്പെടുത്തലാണ്. അന്ന് ആ ഭൂഘടന എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നൊക്കെ ഏറെ മാറ്റങ്ങൾ പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ച സ്പോട്ടുകളിൽ ഫസ്റ്റ് എക്സ്കവേഷനിൽ തന്നെ ഇത്തരം എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആ പരിശോധന അത് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. റഹീസാണ് വിവരങ്ങൾ നൽകിയത്.